നമ്മുടെ മൗജോടനുണ്ട്. അത് ഫൈനൽ ആവേശത്തിന്റെ കൂടുതൽ വിഷയം അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ നിന്നാണ് മധു കൊട്ടക ചെയ്യുന്നത്. ആദ്യം അമേരിക്കയിലെ ആഘോഷ കാഴ്ചകളൊന്ന് കാണാം, അതിനുശേഷം നമുക്ക് മൗജോടോട്ട് പോകാം. മൗജോടൻ ടൈം സ്ക്വയർ ചെയ്യണം. മൗജോട, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഫ്ലോറിൽ അമൃത പടിക്കാലും അനിൽ വാസുദേവും കടുത്ത അർജന്റീന ആരാധകർ. നമ്മൾ ബ്രസീലായിരുന്നു, ബ്രസീൽ നേരത്തെ പോയി. അതിനുശേഷം ഇംഗ്ലണ്ടിന് വേണ്ടി നമ്മൾ ജേഴ്സി ഇട്ടു, സ്പെയിനിന് വേണ്ടി ജേഴ്സി ഇട്ടു, എന്തിന് കാപ്പ് വെറുതെ ജേഴ്സി വരെ നമ്മൾ ഇട്ടു. പക്ഷെ അത് പോട്ടെ, അത് കഴിഞ്ഞു. ഇവിടെ പക്ഷേ ഈ നിമിഷം ഈ ഫ്ലോറിൽ അന്തരീക്ഷം സങ്കടം തളം കെട്ടി നിൽക്കുകയാണ്. അനിലിൻ്റെയും അമൃതയുടെ സങ്കടം പോട്ടെ, അല്ലേ? പോട്ടെ, സാറില്ല. ടൈം സ്ക്വയറിലെ അവസ്ഥ എന്താണ് മൗജോട? തളങ്കെട്ടലുണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, അനിൽ, അമൃത. ശരിക്കും ഹാഷ്മിയുടെ ഭാഷയിൽ പറഞ്ഞ 3 Aകളാണ് ഇന്ന് തോറ്റത്: അർജന്റീന, അനിൽ, അമൃത. അതുകൊണ്ട് അനിലും അമൃത ഇനി ടൈം സ്ക്വയറിലേക്ക് വന്നാൽ അർജന്റീന ആരാധകര് ഇവിടെ എല്ലാം മറന്ന് സന്തോഷിച്ച് അവർക്കിതൊരു വിഷയമേ അല്ല. ഇന്നലെ രാത്രിയിൽ അവർ ടൈം സ്ക്വയർ കൈയടക്കി. ഇന്ന് സ്പെയിൻ കൈയടക്കുമെന്നാണ് കരുതിയെങ്കിലും സ്പെയിൻ വലിയ തോതിൽ അവരുടെ ആൾക്കാരുണ്ട്. എന്നാൽ അർജന്റീനയും ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ശരിക്കും അർജന്റീനയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ പാഠം പഠിക്കേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ന്യൂയോർക്കിൽ എത്തിയത് ഈ കളി കാണാനായിട്ട്. അതും 6000-7000 $7,000 ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ രക്തത്തിൽ ഈ ഫുട്ബോൾ അലിഞ്ഞു ചേർന്നിരിക്കുകയാണെന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത്. അതുകൊണ്ട് ഈ തോറ്റത് അർജന്റീനയ്ക്ക് ഒരു വിഷയമല്ല. പക്ഷെ ഇന്നലെ സ്പെയിൻ ആരാധകരെ ഇവിടെ ഒന്ന് നിലം തൊടിയിക്കാൻ പോലും സമ്മതിച്ചില്ല. പക്ഷെ ഇന്ന് സ്പെയിൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അവരുടെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇന്ന് രാത്രി ഈ ആഘോഷത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹാഷ്മി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഫിഫ ട്രോഫി കൈമാറിയത്. ഒപ്പം സ്പെയിൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ $50 മില്യൺ ഒരു ചെക്കുമായിട്ടായിരിക്കും. അർജന്റീന മടങ്ങുമ്പോൾ $33 മില്യൺ ആ ചെക്ക് പോക്കറ്റിലിട്ടുകൊണ്ടായിരിക്കും. ഇത് കൂടാതെ എല്ലാ രാജ്യങ്ങൾക്കും പങ്കെടുത്ത എല്ലാ രാജ്യങ്ങൾക്കും $12 മില്യൺ വെച്ച് ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ റെക്കോർഡ് ബ്രേക്കിംഗ് പ്രൈസ് മണിയാണ്. ഏതാണ്ട് $800 മില്യൺ ഡോളറാണ് ഫിഫ ഇതിനായിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. ഫിഫയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ സംസ്കാരത്തിന്റെ രീതിയിൽ തന്നെ ഹാഫ് ടൈം ഷോ, മഡോണയും ഷക്കീറയും ഒക്കെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഹാഫ് ടൈം ഷോ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ നമ്മുടെ മലയാളം നാട്ടിൽ നിന്ന് മോഹൻലാൽ, അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് ആന്റണി പെരുമ്പാവൂർ, സ്റ്റീഫൻ ദേവസി, IM വിജയൻ ഉൾപ്പെടെ നിരവധി പേർ ഈ സ്പെയിൻ കപ്പ് ഉയർത്തുന്നത് കാണുവാൻ ഇവിടെ ഉണ്ടായിരുന്നു. കാശ്മീരുടെ മുഖത്തും എനിക്ക് സങ്കടവും ശബ്ദത്തിനൊരു ഇടർച്ചയും ഒക്കെ ഉണ്ട്. ഈ രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഇല്ല, ഞങ്ങളുടെ മഞ്ഞപ്പട, ഞങ്ങളുടെ സാമ്പാതാളം നിലച്ചപ്പോൾ വന്ന് ഇടറിയതാണ്. പിന്നെ ഇടർച്ച് നിന്നു. അതിനുശേഷം പിന്നെ ഓരോരോ ടീമിന് വേണ്ടിയായിരുന്നു. എന്നാൽ ആ അവസ്ഥ ഇന്നോടെ അവസാനിച്ചു. ഇന്നലെ നമ്മൾ വാമോസ് എസ്പാന എന്ന് ആഞ്ഞു വിളിച്ച രാത്രി അമൃത വായിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.